ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പടവലങ്ങ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ പടവലങ്ങ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിൽ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുത്ത ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്ത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതാക്കി നുറുക്കിയ വെളുത്തുള്ളി ഒരു 4 അല്ലി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള ഒരെണ്ണം ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മളിത് മുളക് പൊടി ചേർക്കാത്ത കാരണം ഇതേ പച്ച കളറിൽ തന്നെ നമുക്ക് തോരൻ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്ന് നമുക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പടവലങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.